ലോകത്ത് 7 അത്ഭുതങ്ങളുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ 8ാമതൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അത് കേരളത്തിലാണ്, കണ്ണൂരിൽ ധർമ്മടത്താണ് ആ അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ 8ാമത്തെ അത്ഭുതം. അല്ലെങ്കിലും അങ്ങേരെ അത്ഭുതം തന്നെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയും. ഇതാ അത്ഭുതമല്ല, പിണറായി നടന്ന് വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് 8ാമത്തെ അത്ഭുതം. ഇതിലെന്തിരിക്കുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഇതിലാണ് ഒരുപാടുള്ളത്. അതായത് നവകേരള യാത്ര പിണറായി നടത്തിയത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. അന്ന് 2 സ്റ്റെപ്പ് താഴെ ഇറങ്ങണമെങ്കിൽ തന്നെ ലിഫ്റ്റ് വെച്ചിട്ടാണ് പിണറായി താഴെ ഇറങ്ങുന്നത്. മുകളിലേക്ക് കയറുന്നതും ലിഫ്റ്റിലൂടെയാണ്. പിന്നെ കറങ്ങുന്ന കസേര, ഉള്ള ആഡംബരം എല്ലാം കോടികൾ ചിലവാക്കിയാണ് ആ ബസ് നിർമ്മിച്ചത്. പിണറായിക്ക് പ്രത്യേക സീറ്റ്, അങ്ങനെ എന്തെല്ലാം സംവിധാനത്തോടു കൂടിയാണ് ആ ബസ് തയ്യാറാക്കിയത് നമ്മളൊക്കെ കണ്ടതാണ്. മാത്രവുമല്ല, കുഞ്ഞു പിള്ളേരെ വെയിലത്ത് നിർത്തി പിണറായി പോകുമ്പോൾ കൈവീശി കാണിക്കുന്നു, സ്കൂളുകളിലെ മതിലിടിച്ച് പൊളിക്കുന്നു. പിണറായിയുടെ നവകേരള ബസ് കടന്നു പോകാൻ ഒരു സെക്കൻഡ് പോലും പിണറായി നടക്കില്ല. ഇറങ്ങിയാൽ ഉടൻ അടുത്ത് കൊണ്ടുപോകാൻ അടുത്ത വണ്ടികൾ കാവൽ നിൽക്കുന്നു. ആ പിണറായി അന്ന് രാജാവാണ്. രാജാവ് ഇങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കേണ്ടത്. നമ്മളൊക്കെ അടിമകളായ പ്രജകളാണ്, അതുകൊണ്ട് നമ്മളൊക്കെ ഇത് നോക്കി നിൽക്കണം എന്നായിരുന്നു അന്നത്തെ നിലപാട്. ഇന്ന് പിണറായിയാണ്, പിണറായിയും സഹാക്കളും എല്ലാ മുന്നണിയിലുള്ളവരും പ്രജകളാണ്, നമ്മളാണ് രാജാക്കന്മാർ. അപ്പോൾ ഇന്ന് രാജാവായ നമ്മുടെ മുന്നിലൂടെ നടന്ന് വന്ന് തന്നെ വോട്ട് ചെയ്യണം. അത് പിണറായിയുടെ മറ്റൊരു സ്ഥലം. അതായത് ഞാൻ നടന്ന് വന്ന് വോട്ട് ചെയ്തു, അത്ര സിമ്പിളാണ് ഞാനെന്ന് ജനങ്ങളെ കാണിച്ച് 2 വോട്ടെങ്കിലും പിടിച്ചു വാങ്ങണം. LDF 2 സീറ്റിലെങ്കിലും വിജയിച്ചാൽ അത് ഭരണ അനുകൂലമായ തരംഗമെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. സത്യത്തിൽ ആ 2 സീറ്റെങ്കിലും LDFന് കിട്ടുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. അതുകൊണ്ട് പിണറായി നടന്നും കിടന്നും ഉരുണ്ടുവെന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല. ജനങ്ങൾ നേരത്തെ തന്നെ അവരുടെ മനസ്സിൽ വിധി എഴുതി വച്ചിട്ടുണ്ട്. പിണറായി ഭരിക്കുന്ന കേരളം എങ്ങനെയാണെന്നുള്ളതും. ക്ഷേമ പെൻഷൻ ഇല്ല, സപ്ലൈകോയിൽ അരിയില്ല, മറ്റ് സാധനങ്ങളില്ല, അവശ്യ സാധനങ്ങൾക്ക് വില കൂടുന്നു. പിന്നെ മോളും പിണറായിയും കൂടി ചേർന്ന് കേരളത്തെ കട്ടുമുടിക്കുന്നതും അഴിമതി നടത്തുന്നതും കരിമണൽ കർത്തയുമായി ചേർന്ന് വാങ്ങിക്കൂട്ടിയ കോടികൾ, ഇല്ലാത്ത സേവനത്തിന് 1.72 കോടി രൂപ മകൾ എന്തിനു വാങ്ങി, ED എപ്പോഴാണ് മകളെ കൊണ്ടുപോകുന്നത്, ക്ലിഫ് ഹൗസിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് EDF എന്ന്. അങ്ങനെ പിണറായി പിന്നെ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കൂടെയുള്ള കയറ്റം, നാട്ടുകാരുടെ നെഞ്ചത്ത് കൂടെയുള്ള കയറ്റം, നാട്ടുകാരോട് അഹങ്കാരവും ധാർഷ്ട്യം പിടിച്ച വർത്താനം പറയുക, പിന്നെ തള്ളു നടത്തുക. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടും കേട്ടും മടുത്തിരിക്കുകയാണ് മുഖ്യം. അതുകൊണ്ട് നടന്നു വന്നിട്ട് കിടന്നു വന്നിട്ട് മുരുണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. പഴയതുപോലെ ലിഫ്റ്റുള്ള ബസ്സിൽ കയറി കഴിവതും ആ വോട്ടിംഗ് ഇടാൻ പോകുന്ന അവിടം വരെ ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യൻ അങ്ങനെ പോയാൽ മതിയായിരുന്നു. ഈ നാടകമൊന്നും കേരളത്തിലെ ജനങ്ങളെടുത്ത് വില പോകില്ല പിണറായി വിജയ. അത് ഇനിയെങ്കിലും മനസ്സിലായില്ല എങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി.